2 മാസം നീണ്ട വേനലവധിക്ക് ശേഷം സംസ്ഥാനത്തെ സ്കൂളുകൾ തുറന്നു. പാഠമൊന്ന് പുതുയുഗ വിദ്യാലയം എന്ന ആശയത്തിലൂന്നിയാണ് ഇത്തവണ അധ്യയന വർഷം ആരംഭിക്കുന്നത്. സംസ്ഥാനതല പ്രവേശനോത്സവം തിരുവനന്തപുരം പട്ടം ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. കുട്ടികളിൽ സൈബർ സുരക്ഷ സംബന്ധിച്ച ബോധവൽക്കരണം ലക്ഷ്യമിട്ട് കേരള പോലീസ് സൈബർ ഡോം നടപ്പാക്കുന്ന കിഡ് ഗ്ലൗ പദ്ധതിയുടെ ഭാഗമായി ഇന്ന് എല്ലാ പ്രവേശനോത്സവ ചടങ്ങുകളിലും സൈബർ സുരക്ഷ പ്രതിജ്ഞയെടുക്കും. കൂടുതൽ വിവരങ്ങൾ നൽകാൻ എബി ജോൺ തോമസ് ചേരുകയാണ്. എബി, പട്ടം സെന്റ് മേരീസ് സ്കൂളിൽ ഒരുക്കങ്ങളൊക്കെ ഏതുവരെയായി? ചടങ്ങുകളൊക്കെ തുടങ്ങിയോ? ശ്രീജ, അല്പസമയത്തിനകം തന്നെ പ്രവേശനോത്സവത്തിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനം നടക്കാൻ പോവുകയാണ്. പട്ടം ഗവൺമെൻറ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഇത്തവണത്തെ സംസ്ഥാനതല ഉദ്ഘാടനം നടക്കുന്നത് പ്രവേശനോത്സവത്തിൻ്റെ. അതിൻ്റെ ഒരുക്കങ്ങളൊക്കെ തന്നെ ഏതാണ്ട് പൂർണ്ണമായി. ഇനിയിപ്പോൾ ആ ചടങ്ങിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉള്ളത് എന്നുള്ളത് തന്നെയാണ് നമ്മളെല്ലാവരെയും അതിശയിപ്പിക്കുന്ന അല്ലെങ്കിൽ ജിജ്ഞാസ നൽകുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. ഇവിടെ ഒരു നൃത്തശില്പം ഉൾപ്പെടെ നടത്തിക്കൊണ്ടായിരിക്കും ഈ പരിപാടി തുടങ്ങുക എന്നുള്ളതാണ്. അത് കേറിവ എന്നുള്ള ആ ഒരു സോങ്, അതാണ് ഇത്തവണത്തെ ആ ഒരു തീം സോങ് ആയിട്ട് ഉള്ളത്. അതിൻ്റെ നൃത്താവിഷ്കാരം ഉൾപ്പെടെ ഉണ്ടാകും. എന്തായാലും ഈ ചടങ്ങിനോടനുബന്ധിച്ച് നിരവധിയായിട്ടുള്ള പരിപാടികളൊക്കെ തന്നെ ഉണ്ട്. ഇന്നലെയൊക്കെ തന്നെ നമ്മൾ വരുമ്പോൾ വലിയ രീതിയിൽ ഇതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളിലായിരുന്നു ഈ സ്കൂള് മുഴുവനും ഉണ്ടായിരുന്നത് എന്നുള്ളതാണ്. അധ്യാപകരും വിദ്യാർത്ഥികളും ഒന്നടങ്കം പുതിയ അതിഥികളെ വരവേൽക്കുന്നതിനായി ഉള്ള തയ്യാറെടുപ്പിലൊക്കെ തന്നെയായിരുന്നു ഈ കുട്ടികൾ. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം, ഇവർ ഇവിടെ ഈ ചിത്രങ്ങളൊക്കെ വരച്ചിട്ടുണ്ട്. ഇന്നത്തെ മന്ത്രിമാരുടെയൊക്കെ ചിത്രങ്ങൾ വരുന്ന മന്ത്രിമാർക്ക് അത് നൽകുന്നതിന് വേണ്ടി ഇവർ തന്നെ വരച്ച് കൊണ്ടുവന്നിട്ടുള്ള ചിത്രങ്ങളൊക്കെയാണ് ഇതിനകത്തുള്ളത്. പേരെങ്ങനെയാണ്? പേരെങ്ങനെയാ? ഏത് ക്ലാസ്സിൽ പഠിക്കുന്നത്? 7th. നിങ്ങൾ തന്നെയാണ് ഇതൊക്കെ വരച്ചത്? എങ്ങനെയാ ഇതിന്റെ ഒരു കാര്യം എന്തായാലും ശരിക്കും കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ടീച്ചർമാര് പറഞ്ഞു അങ്ങനെ ചെയ്യാൻ. വരയ്ക്കുവോ? വരയ്ക്കുന്ന ആരെയൊക്കെ ഏറ്റവും ഇഷ്ടം ഇതിനകത്ത്? ഇഷ്ടപ്പെട്ട ആളുകളുടെ ഫോട്ടോയാണ് വരച്ചേക്കുന്നത്. കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയാണോ വരച്ചേ? വേറെ ആരൊക്കെയാ വരച്ചേ? ഒരുപാട് നിങ്ങൾ 3 പേരാണ് വരച്ചേക്കുന്നത്? അതെ, നിങ്ങൾ 2 പേര്? 3 പേരാണ് വരച്ചേക്കുന്നത് അല്ലേ? എല്ലാ മന്ത്രിമാരുടെയും പടങ്ങളൊക്കെ വരച്ചു. സതീശന്റെ മുഖ്യമന്ത്രിയുടെ പടം വരച്ചേക്കുന്നത് അല്ലേ? അപ്പോൾ ഇങ്ങനെ ചിത്രങ്ങളൊക്കെ വരുന്ന മന്ത്രിമാർക്ക് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ചിത്രങ്ങൾ ഉൾപ്പെടെ വരച്ച് അത് മന്ത്രിമാർക്ക് കൊടുക്കുക എന്നുള്ളതാണ് അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ടുള്ളത്. വിദ്യാർത്ഥികൾ തന്നെ തയ്യാറാക്കിയിട്ടുള്ളതാണ്. 7ലും 10ലും ഒക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികളാണ്. മുഖ്യമന്ത്രിയുടെ ചിത്രം 2 പേരാണ് തയ്യാറാക്കിയിരിക്കുന്നത് എന്നുള്ളതും ഉൾപ്പെടെ നമുക്ക് ഈ കൂട്ടത്തിൽ എടുത്ത് പറയേണ്ട കാര്യമാണ്. ഒപ്പം തന്നെ ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് സൈബർ സുരക്ഷയുമായി ബന്ധപ്പെട്ട ഒരു പ്രതിജ്ഞ ഇത്തവണ വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും ചേർന്ന് എടുക്കുന്നുണ്ട് എന്നുള്ളതും ഈ തവണത്തെ പ്രവേശനോത്സവത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ ചടങ്ങിൻ്റെ ഉൾപ്പെടെയുള്ള ഈ ഒരു അനൗൺസ്മെൻറ്റ് ഉൾപ്പെടെ, അതായത് ഈ കോമ്പയറിംഗ് ഉൾപ്പെടെ നടത്തുന്നത് വിദ്യാർത്ഥികളാണ് എന്നതും ഈ ചടങ്ങിനെ അവരുടെ മാത്രം ചടങ്ങ് എന്നുള്ള നിലയിൽ നമുക്ക് അഡ്രസ്സ് ചെയ്യാൻ കഴിയുന്ന നിലയിൽ തന്നെയാണ്. ഒപ്പം തന്നെ വിവിധങ്ങളായിട്ടുള്ള ക്ലാസ് മുറികളൊക്കെ തന്നെ ഏറ്റവും മനോഹരമായി പുതുതായിട്ട് വരുന്ന കുട്ടികൾക്ക് അവരെ ഏറ്റവും നമ്മുടെ അതിഥികളൊക്കെ തന്നെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. വിദ്യാഭ്യാസ മന്ത്രി ഉൾപ്പെടെ ഇവിടേക്ക് വരുന്ന കാഴ്ചയാണ്. അവിടെ നിന്നാണ് അവർ ഗാർഡ് ഓഫ് ഓണർ സ്വീകരിച്ചുകൊണ്ട് തന്നെ വിദ്യാഭ്യാസ മന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ, വിശിഷ്ട അതിഥികൾ ഇവിടേക്ക് എത്തുകയാണ്. ആദ്യമായി എത്തുന്നത് വിദ്യാഭ്യാസ മന്ത്രി തന്നെയാണ്, പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി തന്നെയാണ് എന്നുള്ളതാണ്. അല്പസമയത്തിനകം തന്നെ മുഖ്യമന്ത്രിയും ഇവിടേക്ക് എത്തും. തുടർന്ന് ഈ ചടങ്ങ് ആരംഭിക്കുകയാണ്. എന്തായാലും സംസ്ഥാനതല ഉദ്ഘാടനം ആരംഭിക്കുന്നതിനായി ഇനി മിനിറ്റുകൾ മാത്രമാണ് ബാക്കിയുള്ളത് എന്നുള്ളതാണ്. ഈ ഏറ്റവും മുന്നിൽ ഉള്ള കസേരകളിലൊക്കെ തന്നെ ഈ വർണ്ണ കസേരകളാണ് ഏറ്റവും ഈ പുതുതായി ആദ്യമായി സ്കൂളുകളിലേക്ക് എത്തുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത്. അവർക്ക് പ്രത്യേകമായിട്ടുള്ള സമ്മാനങ്ങൾ ഉൾപ്പെടെ ഇത്തവണ തയ്യാറാക്കിയിട്ടുണ്ടെന്നുള്ളതാണ്. ഈ ബാഗ് നിറയെ അവർക്കുള്ള പഠനോപകരണങ്ങളൊക്കെ തന്നെയാണ് തയ്യാറാക്കി വെച്ചിരിക്കുന്നത്. അത് ഇന്ന് ഇവിടെ നീണ്ടു നിൽക്കുന്ന പ്രസംഗങ്ങൾക്ക് പകരം കുട്ടികളുമായി സംവദിക്കുന്ന രീതിയിലുള്ള പരിപാടികളായിരിക്കണം വേണ്ടത് എന്നുള്ള നിർദ്ദേശം സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള പരിപാടികളല്ലേ ഇത്തവണ കൂടുതലായിട്ടും ഉൾപ്പെടുത്തിയിട്ടുള്ളത്?
തീർച്ചയായും ആ നിലയ്ക്ക് ഒരു വളരെ പ്രത്യേകത നിറഞ്ഞ അല്ലെങ്കിൽ വ്യത്യസ്തമായ രീതിയിൽ തന്നെയാണ്. നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് പോകാം. മന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ വന്നിട്ടുണ്ട്. ആ ദൃശ്യങ്ങൾ മന്ത്രി അവിടേക്ക് എത്തുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത്. ശ്രീജ പറഞ്ഞതുപോലെ തന്നെ ആ ഒരു എല്ലായ്പ്പോഴും നമ്മൾ കാണുന്നത് ദീർഘങ്ങളായിട്ടുള്ള പ്രസംഗങ്ങൾ, അത് വരുന്നിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പോലും അത് എന്തിനാണ് എന്ന് അവരോട് ഇതൊക്കെ എന്തിനാണ് പറയുന്നത് ഒരുപക്ഷെ അവർക്ക് മനസ്സിലാകാത്ത രീതിയിലുള്ള പ്രസംഗങ്ങൾ പോലും നമ്മൾ പലപ്പോഴും സാക്ഷികളായിട്ടുണ്ട് എന്നുള്ളതാണ്. ആ നിലയ്ക്ക് ഉള്ള സംഗതികളല്ല, മറിച്ച് ഇത്തവണ കുട്ടികളുമായി സംവദിക്കുക, അവർക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ പറയുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ ആയിരിക്കണം ഉണ്ടാവേണ്ടത് എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി എടുത്തു പറയുന്നത്. ആ നിലയ്ക്ക് ഉള്ള ആ നിലയ്ക്കായിരിക്കും ഇത്തവണത്തെ ഈ പരിപാടികളൊക്കെ തന്നെ ചിട്ടപ്പെടുത്തുക. നമുക്കത് കാത്തിരുന്ന് കാണാം ഏത് തരത്തിലാണ് വ്യത്യസ്തമായ രീതിയിൽ ഇത്തവണത്തെ ഈ പുതുയുഗം എങ്ങനെയായിരിക്കും എന്നതിനെക്കുറിച്ച്. പാഠമൊന്ന് പുതുയുഗം എന്നുള്ള നിലയ്ക്ക് തന്നെയാണ് ആ രീതിയിൽ തന്നെയാണ് ഇത്തവണത്തെ ഒരു മോട്ടോയായി ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അത് ഏത് വിധേനയായിരിക്കാം എന്നുള്ള കാര്യവും നമുക്ക് കാത്തിരുന്ന് കാണാം. ഏതായാലും മിനിറ്റുകൾ മാത്രമാണ് ഇനി ഇപ്പോൾ ചടങ്ങിലേക്കുള്ളത് എന്നുള്ളതാണ്. ഇതോടൊപ്പം തന്നെ സംസ്ഥാനത്തിൻ്റെ എല്ലാ ജില്ലകളിലും എല്ലാ സ്കൂളുകളിലും ഇത്തരത്തിൽ പ്രവേശന ഉത്സവങ്ങൾ നടക്കാറുണ്ട്. അതിൽ ജില്ല കേന്ദ്രീകരിച്ച് ബ്ലോക്ക് കേന്ദ്രീകരിച്ചൊക്കെ തന്നെ അതിൻ്റെ ആഘോഷങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. ഏറ്റവും പ്രധാനപ്പെട്ട ആഘോഷങ്ങളൊക്കെ തന്നെ ഉണ്ടാവുകയും ചെയ്യും. ആ നിലയ്ക്ക് തന്നെയാണ് അതുപോലെ തന്നെയാണ് ഈ പരിപാടികളൊക്കെ തന്നെയും ഏകോപിപ്പിച്ചിരിക്കുന്നത്. എന്തായാലും പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഇത്തവണ ഏറ്റവും മികച്ച രീതിയിൽ വ്യത്യസ്തമായ രീതിയിൽ തന്നെ ഒരു പുതിയ തുടക്കം എന്ന നിലയ്ക്ക് തന്നെയാണ് ഇത്തവണത്തെ ഈ പ്രവേശനോത്സവത്തെ നമ്മുടെ മുന്നിലേക്ക് വെക്കുന്നത്. വിദ്യാർത്ഥികളൊക്കെ തന്നെ രാവിലെ മുതൽ തന്നെ നമ്മൾ രാവിലെ 7 മണിക്ക് വന്നു, ഏതാണ്ട് 7:30-8 മണിയോട് കൂടി തന്നെയൊക്കെ വിദ്യാർത്ഥികൾ ഇവിടേക്ക് എത്തുകയായിരുന്നു. പുതുതായിട്ട് വരുന്ന അവരുടെ കുഞ്ഞനുജത്തിമാരെയൊക്കെ സ്വീകരിക്കുന്നതിന് വേണ്ടി അവരും വലിയ ആകാംക്ഷയോടുകൂടി തന്നെയാണ് ഉള്ളത്. എന്തായാലും സ്കൂളും ആ നിലയ്ക്ക് തന്നെ ഒരുങ്ങിയിട്ടുണ്ട് നമുക്ക് പറയാം. കാരണം ചിത്രങ്ങളൊക്കെ വരച്ച് ബലൂണുകളും അവർക്ക് ഈ പുതിയ കുഞ്ഞുങ്ങൾക്ക് തോരണങ്ങളും അങ്ങനെ വർണ്ണാഭമായി തന്നെ അവരുടെ ഈ ഒരു ദിവസം അടയാളപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സജ്ജീകരണങ്ങളും സ്കൂളിലുമുണ്ട്. പക്ഷേ എങ്കിൽ പോലും ഈ ക്ലാസ് മുറികളിൽ ആദ്യമായിട്ട് എത്തുന്ന കുട്ടികൾ കരയുന്നത് കാഴ്ച അത് ഇപ്പോഴും നമ്മൾ വളരെ കൗതുകത്തോടു കൂടി തന്നെ നോക്കി നിൽക്കുന്ന ഒരു കാര്യം കൂടിയാണ്. എന്തായാലും അവർ അങ്ങനെ കരയുന്ന നിരവധി കുട്ടികളും ഈ എന്തിനാണ് കരയുന്നത് എന്ന് ചോദിക്കുന്ന തരത്തിൽ മുഖഭാവത്തോടു കൂടിയിരിക്കുന്ന മറ്റു ചില കുട്ടികളുമൊക്കെ തന്നെ നമ്മളിന്ന് ഈ ക്ലാസ് മുറികളിൽ നമുക്ക് കാണാൻ കഴിഞ്ഞു അല്പസമയം മുമ്പ് തന്നെ. എന്തായാലും ആ പ്രക്രിയ അവിടെ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ അവരെ ആശ്വസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് കരച്ചിലടക്കുന്നതിന് വേണ്ടി ടീച്ചർമാരൊക്കെ കിണഞ്ഞ് പരിശ്രമിക്കുന്ന കാഴ്ചകൾ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ കഴിയുന്നുണ്ട്. എന്തായാലും ആ ഒരു ആദ്യത്തെ ദിവസത്തിൻ്റെ ആ ഒരു മേളക്കൊഴുപ്പ് ശരിക്കും നമുക്ക് ഇവിടെ അനുഭവിക്കാൻ കഴിയുന്നുണ്ട്.